എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ആയിട്ടുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കും. അപ്പോൾ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിൽ ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിൽ നിങ്ങൾക്ക് അതായത് ഈ ഒരു കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇതുവരെ അപേക്ഷ നൽകിയിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും ഈ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ജില്ല എന്നിവ നൽകി ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഒരു വിദ്യാർത്ഥിക്ക് തന്നെ ഒന്നിൽ കൂടുതൽ ജില്ലകളിലേക്ക്, അതായത് 3 ജില്ലകളിലേക്ക് വരെ പരമാവധി അപേക്ഷിക്കാവുന്നതാണ്. അതിൽ ഇടുക്കി, വയനാട് ജില്ലകൾ വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ഈ ഒരു 3 ഓപ്ഷന് ശേഷം വീണ്ടും ആഡ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതിനുശേഷം പ്രിൻറ്റ് കൗൺസിലിംഗ് ഓർ സ്പോട്ട് രജിസ്ട്രേഷൻ സ്ലിപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു രജിസ്ട്രേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പറോ മൊബൈൽ നമ്പറോ നൽകി ഡേറ്റ് ഓഫ് ബർത്ത് കൂടി നൽകി ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഓരോ കോളേജിലുമുള്ള വേക്കൻസി പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പോളിടെക്നിക് കോളേജിലെ വേക്കൻസിയാണ് അറിയേണ്ടത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വീതം വേക്കൻസിയാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ആദ്യം ജനറൽ കാറ്റഗറി, അതുപോലെ തന്നെ മറ്റ് റിസർവേഷൻ കാറ്റഗറികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇനി വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യമല്ല, അതായത് ഈ ഒരു അപേക്ഷയല്ല, ജസ്റ്റ് നമുക്ക് അടുത്ത ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പല കോളേജിൻ്റെയും ആ ഒരു ഷെഡ്യൂൾ നിലവിൽ വന്നിട്ടുണ്ട്. കോളേജല്ല, നോഡൽ പോളിടെക്നിക് കോളേജിൻ്റേതാണ്. അതായത് ഒരു ജില്ലയിലെ എല്ലാവിധ പോളിടെക്നിക് കോളേജിലേക്കുള്ള പ്രവേശനത്തിനായിട്ടും നിങ്ങൾ ഈ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിലാണ് പോവേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഷെഡ്യൂൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരത്തെ സെൻട്രൽ പോളിടെക്നിക് കോളേജിൻ്റെയാണ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾ ഏതൊക്കെ പോളിടെക്നിക് കോളേജിൽ നോഡൽ പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് വിദ്യാർത്ഥികൾ ആ ഒരു ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്ത് കറക്റ്റായിട്ട് എപ്പോഴാണ് ആ ഒരു നിങ്ങൾ അഡ്മിഷൻ ഹാജരാവേണ്ടത്, അത് സ്പോട്ട് അഡ്മിഷനിൽ പോവേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് 23-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് സ്ട്രീം 1 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭിന്നശേഷിക്കാർ, കുശവൻ, പട്ടികവർഗം, കുടുംബി, അതുപോലെ തന്നെ അനാഥർ, THSLC സർട്ടിഫിക്കറ്റുള്ളവർ, ടെക്സ്റ്റൈൽ സർട്ടിഫിക്കറ്റുള്ളവർ, VHSC സർട്ടിഫിക്കറ്റുള്ളവർ, കേരളത്തിൽ നിന്നുള്ള CRPF ഉദ്യോഗസ്ഥരുടെ മക്കൾ, വനിതാ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് HCT വിഭാഗത്തിൽ താല്പര്യമുള്ള ശ്രവണശേഷി കുറഞ്ഞവർ എന്നീ വിഭാഗങ്ങളിലുള്ള എല്ലാവരും രാവിലെ 9 മണിക്കാണ് ആ ഒരു പോളിടെക്നിക് കോളേജിൽ ഹാജരാവേണ്ടത്. അതുപോലെ തന്നെ രാവിലെ 11 മണിക്ക് സ്ട്രീം 1 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 6000 വരെയുള്ള എല്ലാ വിഭാഗക്കാരും, അതുപോലെ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് സ്ട്രീം 1 വിഭാഗത്തിലുള്ള സ്ട്രീം 1 റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് 6001 മുതൽ 12000 വരെയാണെങ്കിൽ അത്ര വരെയുള്ള എല്ലാ വിഭാഗക്കാരുമാണ് ആ ഒരു സമയത്ത് ഹാജരാവേണ്ടത്. അതിനുശേഷം 24-ാം തീയതിയുള്ള ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ഈ ഒരു ഡീറ്റെയിൽസ് മനസ്സിലാക്കി നിങ്ങളുടെ റാങ്ക് സ്ട്രീം 1-ൽ എത്രയാണ്, അതുപോലെ തന്നെ സ്ട്രീം 2-ലേത് ഏത് ദിവസമാണ്, സ്ട്രീം 1-ലെ റാങ്ക് നിങ്ങൾക്ക് എത്രയാണെന്നുള്ളത് നോക്കി കറക്റ്റായിട്ട് ആ ഒരു ടൈമിൽ ഹാജരാവാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ സ്ട്രീം 1 കൊടുത്തിട്ടുണ്ട്. അതായത് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി വിഭാഗത്തിൽപ്പെടുന്ന കോഴ്സുകൾ. സ്ട്രീം 2 എന്ന് പറഞ്ഞാൽ DCP ഓർ CABM എന്നീ കോഴ്സുകളാണ് സ്ട്രീം 2-ൽ വരുന്നത്. പങ്കെടുക്കുന്നവർ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ ഹാജരാക്കണം. അതുപോലെ അഡ്മിഷന് വിദ്യാർത്ഥികളോടൊപ്പം രക്ഷാകർത്താവ് നിർബന്ധമായിട്ടും ഹാജരാവണം. ഭിന്നശേഷി വിഭാഗത്തിലുള്ള അപേക്ഷകർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ UPI, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് വഴി ഫീസ് അടക്കേണ്ടതാണ്. PTA ഫണ്ട് പൈസയായിട്ട് അടക്കേണ്ടതാണ്. ഇനി ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോ ഷെഡ്യൂൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഏത് ടൈമിലാണ് ഹാജരാവേണ്ടത് എന്നുള്ളത്. ഇനി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷനായിട്ടുള്ള നിർദ്ദേശങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കുക. അപ്പോൾ ജസ്റ്റ് അത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതുകൊണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ റാങ്ക് ലിസ്റ്റിൽ പേരുള്ള അപേക്ഷകർക്ക് കൗൺസിലിങ്ങിനായിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് പങ്കെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് 21-ാം തീയതി, അത് നാളെ വരെയാണ് അതായത് 17 മുതൽ 21 വരെയാണ് അഡ്മിഷൻ വെബ്സൈറ്റിലെ കൗൺസിലിംഗ് സ്പോട്ട് അഡ്മിഷൻ ഓർ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴി ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ട് പ്രത്യേകം രജിസ്ട്രേഷൻ ചെയ്യാത്തവരെ ജില്ലാതല കൗൺസിലിങ്ങിൽ പങ്കെടുപ്പിക്കുന്നതല്ല. കൗൺസിലിംഗ് ജില്ലാതലത്തിൽ നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് 22-ാം തീയതി മുതൽ 26-ാം തീയതി വരെ നടത്തുന്നതാണ്. നിങ്ങൾ കറക്റ്റായിട്ട് ഷെഡ്യൂൾ പരിശോധിച്ച് ആ ഒരു കൗൺസിലിങ്ങിൽ പങ്കെടുക്കേണ്ടതാണ്.
അതുപോലെ തന്നെ പരമാവധി വിദ്യാർത്ഥികൾക്ക് 3 ജില്ലയിലേക്ക് മാത്രമേ ഒരേ സമയം കൗൺസിലിങ്ങിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിനാൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ജില്ല നോക്കി തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. 3 ജില്ലകൾക്ക് പുറമെ ഇടുക്കി, വയനാട് എന്നീ ജില്ലകൾ അധികമായിട്ട് ചേർക്കുന്നതിന് തടസ്സമുണ്ടായിരിക്കുന്നതല്ല. അതുപോലെ ആപ്ലിക്കേഷൻ ഓർ മൊബൈൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പറും ജനനത്തീയതിയും നൽകി അപേക്ഷൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തവരുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കുന്ന സമയക്രമം അനുസരിച്ച് നോഡൽ പോളിടെക്നിക് കോളേജിൽ ഹാജരാവണം. അതുപോലെ ഷെഡ്യൂളിൽ പറഞ്ഞ സമയക്രമത്തിൽ ഒരു മാറ്റവും അനുവദിക്കുന്നതല്ല. നിലവിൽ അഡ്മിഷൻ ലഭിച്ചവർ സ്ഥാപന മാറ്റമോ ബ്രാഞ്ച് മാറ്റമോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുതുതായി അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവർക്കും പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ നിലവിൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ച അപേക്ഷകനാണെങ്കിൽ അഡ്മിഷൻ സ്ലിപ്പോ ഫീസ് അടച്ചതിൻ്റെ റെസീപ്റ്റോ ഹാജരാക്കിയാൽ മതി. സ്റ്റാഫ് പോളിടെക്നിക് കോളേജിലെ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും അഡ്മിഷൻ സ്ലിപ്പോ ഫീസ് അടച്ചതിൻ്റെ റെസീപ്റ്റോ അഡ്മിഷൻ ലഭിച്ചതിൻ്റെ രേഖകളോ ഹാജരാക്കേണ്ടതാണ്. കൗൺസിലിംഗ് സമയത്ത് അപേക്ഷകന് അപ്പോൾ ഒഴിവുള്ള സീറ്റുകളിലേക്കും കോളേജ് ബ്രാഞ്ചും പുതുതായി ചേർത്ത് മുഴുവൻ ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കാത്ത അപേക്ഷൻ്റെ അഡ്മിഷൻ റദ്ദാക്കപ്പെടുന്നതും ലിസ്റ്റിലെ ക്രമമനുസരിച്ച് ഹാജരായിട്ടുള്ള അടുത്ത അപേക്ഷന് നൽകുന്നതുമായിരിക്കും. ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ ഒരേ സമയം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത മാതൃകയുള്ള പ്രോക്സി ഫോം അപേക്ഷകനും രക്ഷകർത്താവും ഹാജരാക്കേണ്ടതാണ്. അപേക്ഷകൻ നിർദ്ദേശിക്കുന്ന പ്രോക്സിയാണ് ഹാജരാക്കുന്നതെങ്കിൽ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ അപേക്ഷകൻ സാക്ഷ്യപ്പെടുത്തിയത് ഹാജരാക്കേണ്ടതാണ്. എന്നാൽ അപേക്ഷകൻ ഹാജരാകുന്ന ജില്ലയിലെ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ നിർബന്ധമായിട്ടും കൊണ്ടുവരേണ്ടതാണ്. ഒരു അപേക്ഷകൻ ഒന്നിൽ കൂടുതൽ ജില്ലയിൽ അഡ്മിഷൻ നേടിയാൽ അവസാനം നേടിയ അഡ്മിഷൻ മാത്രമേ നിലനിൽക്കുള്ളൂ. അതിനു മുമ്പ് നേടിയ അഡ്മിഷൻ സ്വമേധയാ റദ്ദാകുന്നതാണ്. ആയതിനാൽ ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ പങ്കെടുക്കുന്നവർ അവരുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ അപേക്ഷാ ഫോറത്തിൽ പ്രതിപാദിക്കുന്ന അവകാശവാദങ്ങൾ കൗൺസിലിംഗ് സമയത്ത് യാതൊരുവിധ കാരണവശാലും പരിഗണിക്കുന്നതല്ല. ഏതെങ്കിലും കാരണവശാൽ കൗൺസിലിങ്ങിന് രജിസ്ട്രേഷന് ബുദ്ധിമുട്ട് നേരിടുന്ന അപേക്ഷകർക്ക് തൊട്ടടുത്തുള്ള പോളിടെക്നിക് കോളേജിലെ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ്. സ്ഥാപന മേധാവികൾ ഇക്കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ് എന്നുള്ളതും പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷെഡ്യൂൾ പരിശോധിക്കുക. ഇനി നിങ്ങൾക്ക് ഫീ ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഈ ഒരു പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ഒരു എത്രയാണ് ഫീസ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോക്സി ഫോം നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ്സിൽ ഇവിടെ പ്രോക്സി അല്ല ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് പ്രോക്സി ഫോം. അപ്പോൾ ആ ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ നിങ്ങൾക്ക് പകരം ആരെയാണോ അയക്കുന്നത് അവരെ അയക്കാവുന്നതാണ്. ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളെ രക്ഷിതാവിനെയും കൂടി നിങ്ങൾ കൂട്ടിയിട്ട് പോവേണ്ടതാണ്. കാരണം രക്ഷിതാവ് കൂടി ഒരുമിച്ച് വരണം എന്നുള്ളത് ഇതിൽ പ്രത്യേകം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.